സിൽവർ സ്റ്റോൺ കേരള കൈറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആദ്യ എപ്പിസോഡ് തന്നെ മുംബൈയിലെ മലയാളികൾക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്നു എന്നൊരു പ്രേക്ഷകൻ്റെ അഭിപ്രായം നെഞ്ചിലേറ്റി ഞങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. എല്ലാവർക്കും കേരള കൈറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മറുനാട്ടിലെ മലയാളികൾക്കായി ഏറെ കൊട്ടിഘോഷിച്ച് കേരള സർക്കാർ സമ്മാനിച്ച മലയാള മിഷൻ പദ്ധതിയാണ് ഇന്ന് കേരള കൈറ്റ്സ് വിഷയമാക്കുന്നത്. എവിടെയൊക്കെ മലയാളി അവിടെയൊക്കെ മലയാളം എന്ന ആപ്തവാക്യവുമായാണ് കേരള സർക്കാർ മലയാളം മിഷൻ എന്ന പദ്ധതി അവതരിപ്പിച്ചത്. വേണ്ടത്ര ഗൗരവം നൽകാതെ വെറുമൊരു മിഷൻ പടച്ചുവിട്ടതോടെ മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താളം തെറ്റിയ അവസ്ഥയിലാണ് ഈ പദ്ധതി. പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വിദ്യാർത്ഥികൾ വിളിച്ചു പറയുമ്പോൾ അധികൃതർ ഇവർക്കെതിരെ മുഖം തിരിക്കുന്നു. മാതൃഭാഷ അറിയാത്ത മലയാളികളുടെ എണ്ണം വർദ്ധിച്ച കാലഘട്ടത്തിൽ ആരംഭിച്ച മലയാളം മിഷൻ വിദ്യാർത്ഥികളുടെ അത്ഭുതവും കൗതുകമുണർത്തുന്ന പ്രകടനങ്ങളാണിത്. ഒരുപക്ഷെ കേരളത്തിലെ കുട്ടികളുടെ നിലവാരം വരും ഇവരുടെ സാഹിത്യവാസനകൾക്കും ഇതര കഴിവുകൾക്കും. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ ഓർത്തുവെക്കാനൊത്തിരി. മലയാളം മിഷൻ എന്ന പദ്ധതിയിലൂടെയാണ് ഈ കുട്ടികളെ വാർത്തെടുത്തത്. പ്രാരംഭഘട്ടത്തിൽ ഏറെ ആവേശത്തോടെ മറുനാടൻ മലയാളികൾ ഈ സ്വപ്ന പദ്ധതിയെ നെഞ്ചിലേറ്റിയിരുന്നു. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ മലയാളം ഒരുപാട് മലയാളം തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡും കൂടി അവർ മലയാളത്തിൽ പറയാൻ പഠിച്ചു. പിന്നെ കുട്ടികൾക്ക് എല്ലാ പരിപാടിക്കും പങ്കെടുക്കാം. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരു ലൈറ്റ് മ്യൂസിക്, ഒരു കവിതാ പാരായണം എന്നൊന്നും പറഞ്ഞാൽ അറിയ പോലുമില്ല. കാരണം നാട്ടിലെ കുട്ടികളാണ്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് അതൊക്കെ അറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കവിതാ പാരായണത്തിനാണ് കൂടുതൽ, നമ്മുടെ മലയാള സമാജത്തിൽ കൂടുതൽ കവിതാ പാരായണത്തിനാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. അത് തന്നെ ഒരു മാറ്റം. 2011 മലയാളം മിഷൻ അതിൻ്റെ പ്രവർത്തനം മുംബൈയിൽ ആരംഭിച്ചത്. VS അച്യുതാനന്ദൻ സർക്കാർ ആരംഭിച്ച പദ്ധതി മുംബൈയിലെത്തി പ്രവർത്തനം ആരംഭിച്ചപ്പോഴേക്കും പുതിയ സർക്കാർ നിലവിൽ വന്നിരുന്നു. മുൻ സർക്കാരുകൾ ആരംഭിക്കുന്ന പദ്ധതികളെ അവഗണിക്കുന്ന കീഴ്വഴക്കം അന്നത്തെ ബജറ്റിൽ പ്രതിഫലിച്ചതോടെ ഈ പദ്ധതിയുടെ ഇഴച്ചിലിന് ആക്കം വർദ്ധിപ്പിച്ചു. പദ്ധതിയുടെ ആസൂത്രണം മുതൽ നടത്തിപ്പ് വരെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ പുതിയ സർക്കാർ ശ്രമിക്കാത്തതോടെ താളപ്പിഴകൾ വ്യാപകമായി. ചുളുവിനൊരു പദ്ധതി നടത്താൻ സർക്കാർ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് മലയാളം മിഷന് സംഭവിച്ചത്. ഇതിന് കൂട്ടായി ചില ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചു. മലയാളം മിഷൻ ബോംബെയിൽ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ആവേശം ഇന്ന് ആർക്കുമില്ല.
പിന്നെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾ സെൻറ്റർ നടത്തുന്ന അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഒരു മീറ്റിങ്ങിൽ പോലും നമുക്ക് പോകാൻ പറ്റുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നു, അതുകൊണ്ട് ടീച്ചർമാരെ കൂട്ടിയിട്ട് അവിടെ ഇവിടെയും പോകുന്നു. ആർക്കാണ് താല്പര്യം? കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർമാർക്ക് കൊണ്ട് ആ സെൻറ്ററിൽ വരുന്ന ആളുണ്ട്, നമ്മൾ വരുന്ന അത്രയും ആളുകൾ ആരാണോ അവരെ കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പുതിയ ആളുകളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിൽ സെൻറ്ററിൽ കഴിഞ്ഞ വർഷം എക്സാം നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. തുടക്കത്തിൽ 7000-ഓളം കുട്ടികൾ ആവേശത്തോടെയാണ് മലയാളം പഠിക്കാൻ പദ്ധതിയിൽ ചേർന്നത്. ഇതിൽ മുതിർന്ന കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. 500-ഓളം അധ്യാപകരും മിഷന്റെ പരിശീലനം നേടി. അക്ഷരം പഠിപ്പിക്കുന്നതിലുപരി ഭാഷ പഠിപ്പിക്കുന്നതിലെ മടുപ്പും നിലവാരമില്ലെന്ന കാരണങ്ങളാലും കുട്ടികൾ കുറഞ്ഞു തുടങ്ങുകയായിരുന്നു. അതായത് ആദ്യത്തെ കൊല്ലം 7000-ഓളം കുട്ടികളുണ്ടായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പരീക്ഷ വരുന്നത്. പരീക്ഷ വരുമ്പോഴേക്കും അതിന് ആൾക്കാർ കുറഞ്ഞു. അങ്ങനെ 2600 കുട്ടികളോ 2000 ചില്ലാനം കുട്ടികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത്. എന്നിട്ട് പരീക്ഷ എഴുതിയത് 2100 കുട്ടികളോ മറ്റാണ് പരീക്ഷ എഴുതിയത്. ആ ആദ്യം ഉണ്ടായിരുന്ന ആവേശം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളൊക്കെയാണ് വന്നിപ്പോൾ ചേർന്നത്. വലിയ കുട്ടികളും ഒക്കെ വന്ന് ചേർന്നു കുട്ടികളുടെ കൂടെ. പക്ഷേ ആ പഠന പദ്ധതി എങ്ങനെയെന്ന് വിചാരിച്ചാൽ ആദ്യം മുതൽക്ക് തന്നെ വളരെ ചെറിയ നിലയ്ക്ക് കുട്ടികൾക്ക് കാക്കയെ കൂടെ ഇവിടെ എന്നുള്ള പദ്യങ്ങളും അതുപോലെ ചെറിയ കാര്യങ്ങളും. അധ്യാപകർക്ക് ശമ്പളമോ യാത്രാബദ്ധയോ മറ്റ് സൗകര്യങ്ങളോ നൽകാതെ ചുളുവിൽ ഈ ദൗത്യം നടത്താൻ സർക്കാർ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് മലയാളം മിഷന് സംഭവിച്ചത്. വാഗ്ദാനങ്ങളും വർഷങ്ങളായിട്ട് പറഞ്ഞതാണ്. എത്രയോ ഫണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും പ്രാബല്യത്തിലെത്തിയിട്ടില്ല. എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ ദൂര സ്ഥലങ്ങളിൽ വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചിലവാക്കി പോകണം. കുട്ടികളോടൊപ്പം അധ്യാപകരും മിഷനിൽ നിന്ന് പിൻവലിഞ്ഞു. പിരിഞ്ഞുപോയ കുട്ടികളെയും അധ്യാപകരെയും തിരിച്ചു കൊണ്ടുവരാനും അധികൃതർ ശ്രമിച്ചിട്ടില്ല. ഇതിൽ പ്രശ്നം മുഴുവൻ അധ്യാപികമാർ കുറേ പേര് പോകുന്നു. ഇവിടെ പരിശീലനം നമ്മുടെ ഗവൺമെൻറ് ചെലവിലാണ് പരിശീലനം നടക്കുന്നത്. പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വരുന്നില്ല പഠിപ്പിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് അധ്യാപകരുടെ കുറവുണ്ട്. പക്ഷേ ഇവർ പോവാതിരിക്കാനായിട്ട് നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. കാരണം അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അവർക്ക് ശമ്പളമൊന്നും ഇല്ലാത്ത ജോലിയില്ല. അപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റും.